തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ബോർഡിൽ പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി പുറത്തു വരുന്ന വാർത്ത എന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗങ്ങൾക്കകത്ത് പലപ്പോഴും വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഇരിക്കുന്ന ഘട്ടത്തിൽ ബോർഡിലെ മറ്റ് അംഗങ്ങൾ ശങ്കർദാസും അതോടൊപ്പം തന്നെ വിജയകുമാറുമൊക്കെ SITക്ക് മൊഴി നൽകിയത് ഈ ബോർഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്കറിയില്ല, അത് പ്രസിഡന്റിന് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളതായിരുന്നു. അങ്ങനെ വലിയ ആശയക്കുഴപ്പങ്ങളും വലിയ തോതിലുള്ള പ്രതിരോധത്തിലേക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ ബോർഡിനകത്ത് എല്ലാ അർത്ഥത്തിലും പിടിമുറുക്കുകയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാർ എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രജിത് മോഹൻ ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രജിത്, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ആകെ ആടിയുലഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും പ്രതിച്ഛായ തകർന്ന് നഷ്ടപ്പെട്ടു നിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ തൻ്റെ മുകളിലും ഇപ്പോഴത്തെ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ പിടിമുറുക്കുവാനുള്ള ശ്രമം ഇപ്പോൾ ജയകുമാറിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത്? പ്രജിത്ത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡ് യോഗങ്ങളിൽ അതിൽ പ്രസിഡന്റിന് മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ ഒരു വിഷയവും ഈ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരാൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് അംഗീകരിച്ച വിഷയങ്ങളിൽ മേലിൽ വിശദമായിട്ടുള്ള ബോർഡ് കുറിപ്പുകൾ അത് ഏകീകരിച്ച് അജണ്ട ഇനങ്ങൾ ബോർഡ് മീറ്റിംഗിന് മുൻപായി പ്രസിഡന്റിനും അംഗങ്ങൾക്കും നൽകണം. അതുപോലെ തീരുമാനങ്ങൾ അജണ്ട നോട്ടീസിന്റെ മാസ്റ്റർ കോപ്പിയിൽ ഇപ്പോഴത്തെ പോലെ ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം. ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് തരുന്ന മാസ്റ്റർ കോപ്പികൾ അത് അടുത്ത ബോർഡ് മീറ്റിംഗിൽ വെച്ച് കഴിഞ്ഞ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതത് ഡിപ്പാർട്ട്മെന്റുകൾ എടുക്കേണ്ട തീരുമാനം അതത് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ എടുക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നു. അതോടൊപ്പം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പരാമർശം കൂടി ഈ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡ് യോഗങ്ങളിൽ വിഷയങ്ങളുടെ ശീർഷകങ്ങൾ മാത്രമേ ബോർഡ് യോഗത്തിന് മുൻപ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് നേരത്തെ ചേർന്നിരുന്ന ദേവസ്വം ബോർഡിന്റെ യോഗങ്ങളിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാർ IAS പറയുന്നു. അതായത് അംഗങ്ങൾക്കൊന്നും കൃത്യമായി ഈ വിവരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു വിഷയം പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ ആ വിഷയത്തിന്റെ തലക്കെട്ട് മാത്രമാണ് അംഗങ്ങൾക്കും പ്രസിഡന്റിനും ഒക്കെ പലപ്പോഴും ലഭ്യമാകുന്നത് എന്നുള്ളതും അദ്ദേഹം പറയുന്നു. അജണ്ടയിലെ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അംഗങ്ങൾക്കോ പ്രസിഡന്റിനോ കഴിയാതെ വരുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അജണ്ടയിലെ വിശദാംശങ്ങൾ അറിയാതെയും ബോർഡ് നോട്ട്സ് മുൻകൂട്ടി വായിക്കാൻ സാധിക്കാതെയും വിഷയങ്ങൾ പരിഗണിക്കുന്നതും തീരുമാനമെടുക്കുന്നതും ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ എടുത്തു പറയുന്നത്. അജണ്ടയിലെ വിശദാംശങ്ങൾ ഇതിനു മുൻപ് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പരാമർശം കൂടി അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് യോഗത്തിൽ നടന്ന ക്രമക്കേടുകളിൽ തങ്ങൾക്ക് പലതും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയൊക്കെ മൊഴികളും നമ്മൾ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നാണ് പുതിയ പ്രസിഡന്റ് പറയുന്നത്. ഈ യോഗത്തിന് മുന്നോടിയായി അജണ്ടയിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങളുടെ വിശദാംശങ്ങൾ അത് വളരെ കൃത്യമായി ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കൃത്യമായ വിശദാംശങ്ങളുള്ള കുറിപ്പുകളായി അത് നൽകിയിരിക്കണം. അത് ഒരു ഫോൾഡറിലാക്കിയ കുറിപ്പുകൾ ഏകീകരിച്ച് മീറ്റിംഗിന് മുൻപായി പ്രസിഡന്റിനും അംഗങ്ങൾക്കും നൽകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും എന്താണ് തങ്ങൾ വിഷയം തീരുമാനമെടുക്കാൻ പോകുന്ന വിഷയത്തിന്റെ യഥാർത്ഥ വശം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഈ ഉത്തരവിലൂടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗങ്ങളിൽ വിഷയങ്ങളുടെ ശീർഷകങ്ങൾ മാത്രമാണ് ബോർഡ് യോഗത്തിന് മുൻപ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ലഭിച്ചിരുന്നത് എന്നുള്ളത്. അതായത് ബോർഡ് യോഗത്തിന് മുൻപ് ഈ വിശദാംശങ്ങളൊന്നും ഈ പറയുന്ന പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ അറിയില്ലായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഈ ഉത്തരവിലൂടെ പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തിരുവിതാംകൂർ ബോർഡ് യോഗത്തിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എല്ലാ അജണ്ടകളും മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങണം എന്നുള്ളതും അദ്ദേഹം പറയുന്നു. ബോർഡിന്റെ യോഗത്തിലേക്ക് ഒരു തീരുമാനമെടുക്കാൻ ഒരു വിഷയം കൊണ്ടുവരണമെങ്കിൽ ഇനി കെ ജയകുമാർ IAS അനുവദിക്കാതെ അത് നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് ഈ ഉത്തരവിൽ വ്യക്തമാകുന്നത്. ഗൗതം,
യെസ്, വളരെ നിർണായകമായ ഒരു നീക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ ഓരോ യോഗങ്ങൾക്കും എടുക്കേണ്ട വിഷയങ്ങളുടെ അജണ്ട മുൻകൂട്ടി അറിയിക്കണം. എന്തൊക്കെ വിഷയങ്ങളാണ് എടുക്കേണ്ടത്, അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിരിക്കണം. ഒപ്പം ബോർഡ് മെമ്പർമാർ അറിഞ്ഞിരിക്കണം. അല്ലാതെ അറിയാതെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ശക്തമായ നിലപാട് ഇപ്പോൾ ജയകുമാർ താൽക്കാലികമായെങ്കിലും എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ബോർഡിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ 2018-19 കാലത്ത് അവിടെ നടന്ന സ്വർണ്ണ കവർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ബോർഡ് കമ്മീഷണർമാരും ഒക്കെ അറസ്റ്റിലായ പശ്ചാത്തലത്തിലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലുമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാർ ബോർഡിനകത്ത് പിടിമുറുക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.